എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങയുടെ ചട്നിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീടുകളിൽ ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. മാങ്ങ ചട്നി ഉണ്ടാക്കി കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ ഇരിക്കും, നല്ല തിക്കായിട്ടിരിക്കും. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രുചിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റമാണ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കിലോ മാങ്ങയാണ്. മാങ്ങ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കണം. ഇത് വീട്ടിൽ നിന്ന് വലിച്ച മാങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശ്വാസമൊക്കെ ഉണ്ട്, ഒത്തിരി വൃത്തികേടൊന്നുമില്ല. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം ഇതുപോലെ ചെത്തിയെടുക്കണം. മാങ്ങ നന്നായിട്ടൊന്ന് പീസാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ പൂളിയെടുക്കുക. ഈ വീതിയിലുള്ള ഓരോ കഷ്ണങ്ങളും നമ്മൾ 4 പീസാക്കുന്നുണ്ട്. ഇതുകൊണ്ടോ ഈ രീതിയിൽ 4 പീസാക്കി കൊടുക്കുക. ഒരുപാട് വലിപ്പം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നീളത്തിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഞാനൊരു കടായി വെച്ച് അതിനകത്തേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. തീ കുറച്ച് വെക്കണം ഈ സമയത്ത്, കായപ്പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതെ. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും അടുത്തായിട്ട് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ്. ഉലുവയും ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉലുവ ഒന്ന് കളർ ചേഞ്ചൊക്കെ ആയി വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകമാണ്. ഉലുവയുടെയൊക്കെ കടുകും പൊട്ടി ഉലുവയുടെ കളറും മാറിയിട്ടുണ്ട്. ഇനിയും അടുത്തതായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ജീരകം, അതും ഒരു 1/4 ടീസ്പൂണാണ്. ഇത് വലിയ ജീരകമാണ്. വലിയ ജീരകം, അത് പെരിഞ്ജീരകം എന്ന് പറയും, അത് ഒരു ടീസ്പൂൺ ഉണ്ട്. കുറച്ചും കൂടെ ചെറിയ ജീരകത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് പെരിഞ്ജീരകം എടുത്തിരിക്കുന്നത്. അടുത്തത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ അതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. തിളച്ച എണ്ണയിലേക്ക് ഇട്ടപ്പോൾ തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് ഒരു 1-2 മിനിറ്റ് സമയം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഈ മാങ്ങ സീസണിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചികരമാണ്. നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഇതിന് ഏറ്റവും കൂടുതൽ രുചി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേവാൻ ആവശ്യമായ 1/2 ലിറ്റർ വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ചായക്കപ്പിനൊക്കെ 2 കപ്പ്. 1/2 കിലോ മാങ്ങയ്ക്ക് 1/2 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ ചേർക്കേണ്ടത് കാശ്മീരി മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എരിവ് കുറവാണ്, കളറ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതൊരു 6-7 മിനിറ്റ് സമയത്തേന് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പച്ചമാങ്ങയല്ല, ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് ബോയിൽ ചെയ്ത് ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നോക്കാം മാങ്ങ വെന്തോ ഇല്ലയോ എന്നുള്ളത്. ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ പേസ്റ്റ് പോലെ ആയിപ്പോവും. ഞാനിതുപോലെ ഒന്ന് എടുത്തിട്ട് ഫോർക്ക് കൊണ്ട് ഞെക്കി നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവ് മതിയാവും. നന്നായിട്ട് വെന്തിട്ടുണ്ട് മാങ്ങ. ഇനിയും വേവിച്ചിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് രൂപത്തിൽ അങ്ങ് കുഴഞ്ഞു പോകും, അപ്പോൾ ഒരു രുചി ഉണ്ടാവില്ല. അപ്പം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാൻ അടുത്തതായിട്ട് മധുരത്തിന് ആവശ്യമായ കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൽക്കണ്ടം എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ തണുപ്പ് നൽകുന്നുണ്ട്. ശർക്കര ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ ശർക്കര കുറച്ചും കൂടെ ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് കൽക്കണ്ടം ഉപയോഗിക്കുന്നത്. അപ്പം കൽക്കണ്ടം നിർബന്ധമില്ല, പറ്റുമെങ്കിൽ നമുക്ക് കൽക്കണ്ടം ഉപയോഗിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. കൽക്കണ്ടം പൊടിച്ചെടുത്താണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്, നമ്മൾ ഡയറക്റ്റ് ഇട്ട് പൊടിക്കരുത്. അരയിലൊന്ന് വെച്ച് ഒന്ന് ഇടിച്ച് പൊടിച്ചതിന് ശേഷം ചെറുതായിട്ട് കഷ്ണമാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ ഒരല്പം ലൂസ് പോലെ തോന്നുന്നുണ്ട്, കുഴപ്പമില്ല, അത് കുറുകിക്കോളും. ഇനി ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ അളവിൽ തന്നെ 1/4 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചാട്ട് മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ
സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടും. ഒരു പാക്കറ്റിൽ കിട്ടുന്നതാണിത്. ഇതുപോലെ സാലഡുകൾക്കൊക്കെ അല്പം വിതറുന്നതാണ്. ഒരു പുളിരസമാണ്. ഉണക്കമാങ്ങ പൊടിയാണത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫൈനലി ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു തിള വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൂസ് ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, കാരണം ഇത് തണുത്തതിന് ശേഷം പിന്നെ കുറുകി വരും. മധുരമൊക്കെ ചേർത്താണല്ലോ. അപ്പോൾ ഒരല്പം ചാറോടുകൂടി ഇരിക്കാൻ വേണ്ടി ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ആ ചൂടിനകത്ത് ഇരുന്ന് തന്നെ ഇതൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു മാങ്ങ ചട്നിയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. കണ്ടോ, തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തി, ആലു പൊറോട്ട, അതുപോലെ തന്നെ ബിരിയാണി, നെയ്ച്ചോറ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ്. നല്ല രുചിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കിടിലനൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊന്ന് എത്തിക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.